കൊച്ചി. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ മഹാഗുരു എം.കെ. സാനു ഇനി ഓർമ്മ. വൈകിട്ട് 4 മണിക്ക് രവിപുരം ശ്മശാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങി വിവിധ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ വീട്ടിലും തുടർന്ന് എറണാകുളം ടൗൺഹാളിലുമായി നടന്ന പൊതുദർശനത്തിൽ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. മന്ത്രിമാരായ പി. പ്രസാദ്, ആർ. ബിന്ദു, പി. രാജീവ്, CPM ജനറൽ സെക്രട്ടറി M.A. ബേബി, സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, കൊച്ചി മേയർ അനിൽകുമാർ, ഗോകുലം ഗോപാലൻ തുടങ്ങിയവർ അടക്കമുള്ള പ്രമുഖ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. M.K. സാനുവിന് അന്തിമോപചാരം അർപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി P.A. രജയ്, CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ എന്നിവർ. ഫോട്ടോ സ്പെഷ്യൽ അറേഞ്ച്മെന്റ്. ഇന്നലെ വൈകിട്ട് 5:35 M.K. സാനുവിന്റെ അന്ത്യം. വൈകികാരനായ M.K. സാനു ദിവസങ്ങൾക്ക് മുൻപ് വരെ പൊതുവേദികളിൽ സജീവമായിരുന്നു. വീഴ്ചയിൽ ഇടുപ്പെല്ലിന് പരിക്കേറ്റതോടെയാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനിടെ ന്യൂമോണിയ ബാധിച്ചതോടെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. ബംഗളൂരുവിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മലയാളി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത വീട്ടുടമയായ മലയാളി അറസ്റ്റിൽ. പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സ്വദേശിയായ അഷ്റഫ് അറസ്റ്റിലായത്. സോളദേവനഹല്ലിയിലെ സ്വകാര്യ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് ബലാത്സംഗത്തിനിരയായത്. 10 ദിവസം മുൻപാണ് താൻ അഷ്റഫിന്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസം മാറിയതെന്ന് വിദ്യാർത്ഥിനി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. തിങ്കളാഴ്ച രാത്രി അഷ്റഫ് തന്റെ മുറിയിൽ വന്ന് സഹകരിച്ചാൽ മാത്രമേ ഭക്ഷണവും താമസവും നൽകൂ എന്ന് പറഞ്ഞു. ഇത് എതിർത്തപ്പോൾ അഷ്റഫ് തന്നെ നിർബന്ധിച്ച് കാറിൽ കയറ്റുകയും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത്. തന്റെ ലൊക്കേഷൻ ഒരു സുഹൃത്തിന് അയക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. പിന്നീട് ഏകദേശം രാത്രി 1:30-നും 2:15-നും ഇടയിലായിരുന്നു അഷ്റഫ് വീട്ടിൽ കൊണ്ടാക്കുകയായിരുന്നു. ബംഗളൂരുവിലെ മറ്റൊരു പേയിങ് ഗസ്റ്റ് ഉടമ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു എന്നാരോപിക്കപ്പെട്ട് 1 മാസത്തിന് ശേഷമാണ് പുതിയ സംഭവം. ലഹരി ഇടപാടുമായി ബന്ധത്തിൽ സഹോദരൻ P.K. ബുജേറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇടപെടില്ലെന്ന യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി P.K. ഫിറോസ്. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. സഹോദരനായി താനോ കുടുംബമോ ഇടപെടില്ലെന്നും തന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ആളാണ് സഹോദരനെന്നും ഫിറോസ് പറഞ്ഞു. അറസ്റ്റിൽ P.K. ഫിറോസിനെതിരെ വ്യാപകമായി രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കിയത്. ലഹരി മരുന്ന് ഇടപാട് അന്വേഷിക്കാനെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലാണ് ഇന്നലെ ബുജേർ അറസ്റ്റിലായത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ചൂലാംവായൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ബുജേർ പോലീസിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ CPO ശ്രീജിത്തിന് പരിക്കേറ്റു. ബുജേറിന്റെ വാഹന ദേഹ പരിശോധനയിൽ ലഹരിയൊന്നും കണ്ടെത്താനായില്ല. എന്നാൽ ലഹരി മരുന്ന് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ പോലീസ് കണ്ടെത്തി. ലഹരി പരിശോധനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം കുന്നമംഗലം പോലീസ് റിയാസ് എന്നയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ റിയാസിന്റെ ഫോണിലെ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ബുജേറിനെ പിടികൂടിയത്. പോലീസിനെ ആക്രമിച്ചതിനുള്ള കുറ്റങ്ങളാണ് നിലവിൽ ബുജേറിനെതിരെ ചുമത്തിയത്. ബുജേർ അറസ്റ്റിലായതിന് പിന്നാലെ സഹോദരൻ P.K. ഫിറോസ് യൂത്ത് ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കുമോ എന്ന് ബിനീഷ് കോടിയേരി ചോദിച്ചിരുന്നു. P.K. ഫിറോസിന്റെ പങ്കും അന്വേഷിക്കണം. P.K. ബുജേറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. മുൻപ് പല കേസുകളിലും P.K. ഫിറോസും യൂത്ത് ലീഗും എടുത്ത നിലപാട് ഇവിടെയും ആവർത്തിക്കുമോ എന്നും ധാർമ്മികത തന്നെയാണ് ഇവിടെയും ചർച്ചയാകുന്നത് എന്നും ബിനീഷ് കോടിയേരി പറഞ്ഞിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 1-ാം ബ്ലോക്കിന്റെ പരിസരത്ത് നിന്നും മൊബൈൽ ഫോൺ കണ്ടെത്തി. 10-ാം നമ്പർ സെല്ലിന്റെ മുന്നിൽ കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോൺ. കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നേരത്തെയും പലതവണ കണ്ണൂർ ജയിലിൽ നിന്നും മൊബൈൽ ഫോണുകൾ പിടികൂടിയിരുന്നു. പതിവ് പരിശോധനയ്ക്കിടെയാണ് സ്മാർട്ട് ഫോൺ കണ്ടെത്തിയത്. ഇത് ആരുടേതാണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കണ്ണൂർ ജയിലിൽ മൊബൈൽ ഫോൺ സൗകര്യമുണ്ടെന്ന് സൗമ്യാവധ കേസിൽ ജയിലിൽ കഴിയുന്ന ഗോവിന്ദച്ചാമി മൊഴി നൽകിയിരുന്നു. പണം നൽകിയാൽ പുറത്തേക്ക് വിളിക്കാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു. അമരാവതി ആന്ധ്രാപ്രദേശിലെ ബാപ്പത്ത് ജില്ലയിലെ ഗ്രാനൈറ്റ് ക്വാറിയിലുണ്ടായ അപകടത്തിൽ ഒഡീഷയിൽ നിന്നുള്ള 6 തൊഴിലാളികൾ മരണപ്പെട്ടു. ബല്ലിക്കുരവയ്ക്കടുത്തുള്ള സത്യാകൃഷ്ണ ഗ്രാനൈറ്റ് ക്വാറിയിൽ പാറയുടെ വലിയൊരു ഭാഗം ഇടിഞ്ഞു വീഴാണ് അപകടമുണ്ടായത്. പാറ ഇടിഞ്ഞു വീഴുമ്പോൾ 16 തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവസ്ഥലത്ത് വച്ച് തന്നെയാണ് 6 പേർ മരണപ്പെട്ടത്. 10 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന 2 തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 4 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തുറത്തിയത്. പരിക്കേറ്റവരെ നരസരാവപേട്ടയിലെ ഗവൺമെന്റ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ക്വാറിയിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് അപകട കാരണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും അപകട കാരണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു.
പരിക്കേറ്റ തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച വൈദ്യസഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. വെസ്റ്റ് വിർജീനിയയിലെ ആത്മീയ കേന്ദ്രത്തിലേക്കുള്ള യാത്രാമധ്യേ കാണാതെയായ ന്യൂയോർക്കിൽ നിന്നുള്ള ഇന്ത്യൻ വംശജർ മരണപ്പെട്ടു. ആശാ ദിവാൻ 85, കിഷോർ ദിവാൻ 89, ശൈലേഷ് ദിവാൻ 86, ഗീത ദിവാൻ 84 എന്നിവരാണ് മരണപ്പെട്ടത്. ശനിയാഴ്ച രാത്രി US പ്രാദേശിക സമയം 9:30 ബിഗ് വീലിംഗ് ക്രീക്ക് റോഡിലെ കുത്തനെയുള്ള പാറക്കെട്ടിൽ നിന്നും ഇരകളെയും അപകടത്തിൽപ്പെട്ട വാഹനത്തെയും കണ്ടെത്തി. ജൂലൈ 29 പെൻസിൽവേനിയയിലെ ബർഗർ കിങ് ഔട്ട്ലെറ്റിലാണ് ഇവരെ അവസാനമായി കണ്ടത്. ബർഗർ കിങ് ഔട്ട്ലെറ്റിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ 4 പേരിൽ 2 പേർ ഔട്ട്ലെറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കാണാം. ഇവരുടെ അവസാനത്തെ ക്രെഡിറ്റ് കാർഡ് ഇടപാടും ഔട്ട്ലെറ്റിലായിരുന്നു. ഇവരെ കാണാതെ ശേഷം വിവിധ സംഘടനകളുടെ അടക്കമുള്ള നേതൃത്വത്തിൽ വലിയ തിരച്ചിലാണ് നടന്നത്. വെസ്റ്റ് വിർജീനിയയിലെ ഇസ്കോൺ ക്ഷേത്രമായ ഭൂപാത് പാലസ് ഓഫ് ഗോൾഡിലേക്കായിരുന്നു ഇവരുടെ യാത്ര. എന്നാൽ ഇവർ ഇവിടെ എത്തിച്ചേർന്നില്ല. ഇതിന് പിന്നാലെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. മകളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു യുവാക്കൾ. പാലക്കാട് മേപ്പറമ്പിലാണ് സംഭവം. മേപ്പറമ്പ് സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയിലാണ് കത്തിച്ചത്. സംഭവത്തിൽ പ്രദേശവാസിയായ യുവാവ് ആഷിഫ്, ഷഫീഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ അർദ്ധരാത്രിയാണ് റഫീഖിന്റെ വീട്ടിലെത്തിയ ആഷിഫ് ഓട്ടോറിക്ഷ കത്തിച്ചത്. 15 വയസ്സുള്ള മകളെ ആഷിഫ് പിന്നാലെ നടന്ന് ശല്യം ചെയ്തത് റഫീഖ് ചോദ്യം ചെയ്തിരുന്നു. റഫീഖിന്റെ ഏക വരുമാന മാർഗമാണ് ഇല്ലാതായത്. കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രതികളുടെ ബന്ധുക്കൾ ശ്രമിക്കുന്നതായ വിവരം. ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നാണ് റഫീഖ് പറയുന്നത്.